അതുപോലെ മുസ്ലിമീങ്ങളുടെ ഖലീഫയാകാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയാകാൻ ഏറ്റവും യോഗ്യനും അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു അർദാഹ്. അതുകൊണ്ടാണ് പിന്നീട് സഖീഫത്തു ബനി സായിദയിൽ അടുത്ത ഖലീഫയെ തീരുമാനിക്കാൻ സഹാബത്ത്, മുഹാജിറുകളും അൻസാറുകളും അവരുടെ പ്രമുഖന്മാരായ ആളുകൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കാര്യം എടുത്തു പറഞ്ഞത്. കാരണം ഞങ്ങളുടെ ദീനിൻ്റെ കാര്യത്തിൽ താങ്കൾ അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, അതുകൊണ്ട് ദുനിയാവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് താങ്കളെ തൃപ്തിപ്പെട്ടുകൂടെ? السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. نستغفر الله الذي لا إله إلا هو الحي القيوم ونتوب إليه. اللهم اغفر لنا خطيئتنا وجهلنا وإسرافنا في أمرنا وكل ذلك عندنا. اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا. اللهم اغفر لنا جدنا وهزلنا وخطأنا وعمدنا وما أنت أعلم به منا. أنت المقدم وأنت المؤخر وأنت إلهنا وأنت على كل شيء قدير. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. أما بعد. സഹോദരങ്ങളെ, സഹീഹ് മുസ്ലിമിൽ കിതാബ് സലാത്തിലെ ഹദീസുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അവസാനം നമ്മൾ വായിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠമായ ജീവിതത്തിലെ അവസാന ദിനങ്ങളിലൊന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗത്താൽ പ്രയാസമനുഭവിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമ് നിർത്തിയതുമായി ബന്ധപ്പെട്ട ദീർഘമായൊരു ഹദീസാണ്. ഉബൈദുല്ലാഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഉത്ബത്ത് ഇബ്നു മസ്ഊദ് റഹിമഹുല്ലാഹ് എന്ന താബിഈ പറയുന്നു, ദഖൽതു അലാ ആയിഷ റളിയല്ലാഹു അൻഹ, ഞാൻ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, അലാ തുഹദ്ദിസീനി അൻ മറദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രോഗത്തെക്കുറിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ അവർ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബല, ഞാൻ പറഞ്ഞു തരാം. സഖുല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായി. ഫഖാൽ, ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചുവോ? ഖുൽന, ഞങ്ങൾ പറഞ്ഞു, ല ഹും യന്തദിറൂനക യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഊ ലി മാഅൻ ഫിൽ മിഖ്ദബ്, എങ്കിൽ നിങ്ങൾ എനിക്കൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് തന്നാലും. ഫഅൽന, ഞങ്ങൾ അതുപോലെ നബി പറഞ്ഞതുപോലെ ചെയ്തു. ഫഗ്തസൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കുളിച്ചു. സുമ്മ ദഹബ ലിയനൂഅ, നബി പ്രയാസപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു, പക്ഷേ ഫഉഗ്മിയ അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി വീണു. സുമ്മ അഫാഖ്, പിന്നെ നബി എഴുന്നേറ്റു. ഫഖാൽ, വീണ്ടും ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചുവോ? ഖുൽന ല, ഞങ്ങൾ പറഞ്ഞു, ഇല്ല. വഹും യന്തദിറൂനക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. ഫഖാല ദഊ ലി മാഅൻ ഫിൽ മഖ്ദബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തന്നാലും. ഫഫഅൽന, ഞങ്ങൾ നബി പറഞ്ഞതുപോലെ ചെയ്തു. ഫഗ്തസൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചു. സുമ്മ ദഹബ ലിയനൂഅ ഫഉഗ്മിയ അലൈഹി, വീണ്ടും പ്രയാസപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വീണ്ടും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് വീണു. ثم أفاق വീണ്ടും എഴുന്നേറ്റു. فقال أصلى الناس قلنا لا وهم ينتظرونك يا رسول الله فقال ضعوا لي ماء في المخطب ففعلنا فاغتسل ثم ذهب لينوء فأغمي عليه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ആവർത്തിച്ചു. ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇല്ല അള്ളാഹുവിൻ്റെ റസൂലെ, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. വെള്ളമെടുത്ത് തന്നാലും. ഒരു പാത്രത്തിൽ വെള്ളമെടുക്കാൻ പറഞ്ഞു. വെള്ളമെടുത്തു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചു. വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ബോധരഹിതനായി. വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്. ജനങ്ങളാകട്ടെ മസ്ജിദിൽ നബിയെ കാത്തിരിക്കുന്നു. ലി സലാത്തിൽ ഇശാഇൽ ആഖിറ, ഇശാ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇശാ ഉൽ ആഖിറ എന്ന് ഇവിടെ ഹദീസിൽ പറഞ്ഞത് കാണാം. അതിൻ്റെ കാരണം മഗ്രിബിനും ഇശാ എന്ന് പറയാറുണ്ട്. മഗ്രിബിനും ഇശാ എന്ന് പറയാറുണ്ട്, രാത്രിയിലുള്ള നിസ്കാരം എന്ന അർത്ഥത്തിൽ. അതുകൊണ്ട് മഗ്രിബിനെയും ഇശായിനെയും വേർതിരിക്കാൻ ഇശായിനെ ഇശാ ഉൽ ആഖിറ എന്ന് പ്രയോഗിക്കാറുണ്ട്, ആ സംശയം ഇല്ലാതിരിക്കാൻ. അതുകൊണ്ടാണ് ഈ ഹദീസിൽ എന്തു വന്നത്? ലി സലാത്തിൽ ഇശാഇ അൽ ആഖിറ, അവസാനത്തെ ഇശായിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പ്രത്യേകം പറഞ്ഞത്. എന്തിനാണത്? കാരണം മഗ്രിബിനും ഇശാഇ എന്ന് പ്രയോഗിക്കാറുണ്ട്, അതുകൊണ്ടാണ്. قالت فأرسل رسول الله صلى الله عليه وسلم إلى أبي بكر. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ മസ്ജിദിലേക്ക് ചെന്ന് നിസ്കരിക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാൻ ആളെ പറഞ്ഞയച്ചു. അൻ യുസല്ലിയ ബിന്നാസ്, ജനങ്ങളെയും കൊണ്ട് നിസ്കരിക്കാൻ, ഇമാമത്ത് നിൽക്കാൻ. ഫഅതാഹു റസൂൽ, അബൂബക്കർ സിദ്ദീഖിൻ്റെ അരികിൽ ദൂതനെത്തി, നബി അയച്ച ആളെത്തി. ഫഖാൽ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമുറുക അൻ തുസല്ലിയ ബിന്നാസ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളോട് കൽപ്പിക്കുന്നു, ജനങ്ങൾക്ക് ഇമാമായി നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നു. ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകാന റജുലൻ റഖീഖൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ ലോല ഹൃദയമുള്ള ആളായിരുന്നു. യാ ഉമർ സല്ലി ബിന്നാസ്, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ നിങ്ങൾ ഇമാമത്തിൽ നിന്ന് നിസ്കരിക്കുക. ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻത അഹഖു ബിദാലിക്, അല്ല നിങ്ങളാണ് അതിന് ഏറ്റവും യോഗ്യൻ. ഖാല ഫസല്ല ബിഹിം അബൂബക്കർ തിൽക്കൽ അയ്യാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അങ്ങനെ ബാക്കിയുള്ള ദിവസങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ ജനങ്ങൾക്ക് ഇമാമായി നിന്നുകൊണ്ട് നിസ്കരിച്ചു. ثم إن رسول الله صلى الله عليه وسلم وجد من نفسه خفة. പിന്നീട് ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു രോഗത്തിൽ ഒരു ശമനം പോലെ തോന്നി, അല്പം ആശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയപ്പോൾ ഫഖറജ ബൈന റജുലൈൻ, രണ്ടുപേരുടെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് ചെന്നു. ചില റിവായത്തുകൾ കാണാം, നബിയുടെ കാലുകൾ മണലിൽ ഉരഞ്ഞ് അതിൻ്റെ അടയാളം കാണാം. അത്രയും പ്രയാസപ്പെട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അഹദുഹുമ അൽ അബ്ബാസ്, ഇതിൽ ഒരാൾ അബ്ബാസാണ്, ഇബ്ൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, നബിയുടെ പിതൃ സഹോദരനായ അബ്ബാസ് ഇബ്ൻ അബ്ദുൽ മുത്തലിബ് ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്ങിപ്പിടിച്ച ഒരാൾ അബ്ബാസാണ്. ലി സലാത്തുൽ ദുഹർ നിസ്കാരത്തിന് വേണ്ടിയാണ് പോയത്. ഓ അബൂബക്കറിൻ യുസല്ലി ബിന്നാസ്, ആ സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആളുകളെയും കൊണ്ട് മസ്ജിദിൽ നിസ്കരിക്കുന്നുണ്ട്. ഫലമ്മ റആഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കണ്ടപ്പോൾ ദഹബ ലിയതഅഖർ, പിന്നിലേക്ക് മാറാൻ, സഫിലേക്ക് മാറി നിൽക്കാൻ ഒരുങ്ങി. ഫഔമ ഇലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ യതഅഖർ, അല്ല പിന്നിലേക്ക് വരേണ്ടതിൽ അവിടെ തന്നെ നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് ആംഗ്യം കാണിച്ചു. വഖാല ലഹുമ, എന്നിട്ട് പിടിച്ച രണ്ടുപേരോട് നബി പറഞ്ഞു, അജ്ലിസാനി ഇലാ ജംബിഹ്, എന്നെ അബൂബക്കറിൻ്റെ വശത്ത് നിങ്ങൾ ഇരുത്തിയാലും. ഫഅജ്ലസാഹു ഇലാ ജംബി അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു,
അവർ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്തിരുത്തി. അബൂബക്കർ സിദ്ദീഖിൻ്റെ ഇടതുഭാഗത്തായിരുന്നു ഇരുത്തിയത്. വകാന അബൂബക്കർ യുസല്ലി വഹുവ ഖായിമുൻ ബിസലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇമാമാക്കിയിട്ടാണ് നിസ്കരിക്കുന്നത് ബാക്കിയുള്ള നിസ്കാരം. വന്നാസു യുസല്ലൂന ബിസലാത്തി അബീ ബക്കർ. ജനങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിസ്കാരമാണ് നിസ്കരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തക്ബീറും മറ്റു ആളുകൾ കേൾപ്പിക്കുകയാണ്. അത് കേട്ടാണ് ആളുകൾ നിസ്കരിക്കുന്നത്. വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിദ്. നബി ആകട്ടെ ഇരുന്നു കൊണ്ട് ആണ് നിസ്കരിക്കുന്നത്. ഉബൈദുല്ലാഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഉത്ബ ബിൻ മസ്ഊദ് എന്ന ഈ താബിഈ പറയുകയാണ്, ഈ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് കേട്ട ശേഷം ഫദഖൽതു അലാ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, ഞാൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ചെന്നു. ഫഖുൽതു ലഹു അലാ അരിദു അലൈക മാ ഹദ്ദസത്നി ആയിഷതു അൻ മറദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ എനിക്ക് നബിയുടെ രോഗത്തെക്കുറിച്ച് പറഞ്ഞു തന്ന ഹദീസ് ഞാൻ നിങ്ങൾ കേൾപ്പിക്കട്ടെ എന്ന് ആ സഹാബിയോട് പറയുക. അഥവാ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ അതേക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കാൻ അത് സഹായകമാകും. ഫഖാല ഹാത്ത്. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് പറഞ്ഞു തരും എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തന്നത്. ഫഅറദ്തു ഹദീസഹ അലൈഹി ഫമാ അൻകറ മിൻഹു ഷൈഅൻ. ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തന്ന അത് മുഴുവൻ ഉബൈദുല്ലാഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഉത്ബ ബിൻ മസ്ഊദിനെ കേൾപ്പിച്ചു. ഗൈറ അന്നഹു ഖാൽ. ഇത് കേട്ടപ്പോൾ ഫമാ അൻകറ മിൻഹു ഷൈഅൻ, അദ്ദേഹം അതിൽ ഒന്നുപോലും അതിൽ ഒരു തെറ്റോ അബദ്ധമോ പറഞ്ഞില്ല, അതങ്ങനെ തന്നെ ശരിവെച്ചു. ഗൈറ അന്നഹു ഖാൽ, ഒരു കാര്യം മാത്രം അദ്ദേഹം എന്നോട് ചോദിച്ചു. അസമ്മത് ലക റജുൽ അൽ ആഖർ അല്ലദീ കാന മഅൽ അബ്ബാസ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നബിയുടെ ഒരു വശം പിടിച്ച രണ്ടാമത്തെ ആളെ ആയിഷ റളിയല്ലാഹു അൻഹ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ, പേര് പറഞ്ഞു തന്നോ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ഹുവ അലിയുൻ റളിയല്ലാഹു തആല അൻ, അത് അലി ബിൻ അബി താലിബ് ആയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് അവിടെ പറയാത്തതിന് ഒന്നിലധികം കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഇങ്ങനെയാണ്, ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചത് അലി റളിയല്ലാഹു അൻഹു മാത്രമായിരുന്നു, മാറി മാറി ആളുകൾ പിടിച്ചിരുന്നു. ഉസാമ പോലെയുള്ള സഹാബിമാർ അല്ലെങ്കിൽ ഫضൽ അവരെ പോലെയുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വശം പിടിച്ചിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മാത്രമായിരുന്നു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധവും അദ്ദേഹത്തിൻ്റെ പ്രായവും എല്ലാം പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗം വീണ്ടും വീണ്ടും ഏറ്റെടുക്കാൻ മറ്റാരെങ്കിലും ചെന്നില്ല. എന്നാൽ അടുത്ത ഭാഗം അലി റളിയല്ലാഹു അൻഹു മാത്രമല്ല പിടിച്ചത്. അല്ലാഹു അലം, ആ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. അതല്ലാതെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പറയാൻ പ്രയാസം വല്ലതും ഉണ്ടായിരുന്നു എന്ന് ചിലർ പറയുന്നത് അല്ലാഹു അലം അത് ശരിയല്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തയമ്മുമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നമുക്ക് കാണാം അവർ പറയുന്നത് അത് അലിയോട് ചോദിക്കുക. സഹീഹ ഹദീസുകൾ കാണാം, അലി ബിൻ അബി താലിബിനോട് ചോദിക്കുക. കാരണം അലി ഇബ്ൻ അബി താലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം എന്നതാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്. നോക്കൂ, ഈ ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലവേദനയായിരുന്നു ആദ്യം ആരംഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസ കഴിഞ്ഞ് വന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, വാ റഅസാ, എന്തൊരു തലവേദനയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ വാ റഅസാ, അല്ല എനിക്കെന്തൊരു തലവേദനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതായിരുന്നു ആരംഭിച്ചിരുന്നത്. പിന്നീട് കടുത്ത പനിയും എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്തത്ര പ്രയാസവും ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഉണ്ടായി. മൈമൂന റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗമുണ്ടായി. അവിടെ വെച്ച് ആദ്യം പ്രയാസമുണ്ടായി എന്ന് ചില റിവായത്തുകളിൽ കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? ഭാര്യമാരോട് ചോദിക്കാൻ തുടങ്ങി, ഐന അന ഗദൻ, ഞാൻ നാളെ ആരുടെ വീട്ടിലാണ്? അപ്പോൾ അവർക്ക് മനസ്സിലായി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വീട്ടിൽ കഴിയാൻ ആണ് താല്പര്യമെന്ന്. അതാകട്ടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയം ആയിഷ റളിയല്ലാഹു അൻഹയോടായിരുന്നു. അത് ഹൃദയത്തിൻ്റെ കാര്യമാണ്. ഖൽബിലുള്ള സ്നേഹം അത് ദിവസങ്ങൾ പങ്കുവെക്കുന്നതുപോലെ പങ്കുവെക്കുക സാധ്യമല്ല. അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ആദമിൻ്റെ മക്കളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അത് നീതിപൂർവ്വം തുല്യമായി പങ്കുവെക്കുക എന്നത് ഒരാളുടെ കഴിവിൽപ്പെട്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ അഹബ്ബുൻ നാസി ഇലൈക്, ഓ നബിയെ, ആരാണ് താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷയാണ്. അംർ ബിൻ ആസ് ചോദിച്ചു, മിനർ റിജാൽ, പുരുഷന്മാരിൽ നിന്ന് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹ, അവളുടെ പിതാവിനെയാണ്, അഥവാ അബൂബക്കർ സിദ്ദീഖിനെ റളിയല്ലാഹു അൻഹു വഅനി സ്വഹാബത്തി അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രിയം ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. സഹാബത്ത് നബിക്ക് എന്തെങ്കിലും ഹദിയകൾ, സമ്മാനങ്ങൾ കൊണ്ടുകൊടുക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി ഉണ്ടാകുന്ന ദിവസം നോക്കി കൊണ്ടുകൊടുക്കാറുണ്ടായിരുന്നു. നബിയുടെ ബാക്കി ഭാര്യമാരിൽ ചിലർ ഫാത്തിമയെ ഇതേക്കുറിച്ച് പരാതി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പറഞ്ഞയച്ചു, മകളെ പറഞ്ഞയച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാൻ പറഞ്ഞു, എന്താണ്, എല്ലാവരോടും ആരുടെ വീട്ടിലുണ്ടായാലും അത് നോക്കാതെ അങ്ങനെ ചെയ്യാൻ സഹാബത്തിനോട് പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ നബിയുടെ ഭാര്യമാർ ഫാത്തിമയെ ഏൽപ്പിക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ, ഉപ്പയുടെ ഇഷ്ടം അതല്ലേ നിൻ്റെ ഇഷ്ടം? ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സംസാരിച്ചു. ഫാത്തിമ നബിയുടെ ഭാര്യമാരോട് പറഞ്ഞു, ഇനി എന്നെ അതിന് പറഞ്ഞേക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ഈ പരാതി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം മറ്റൊരു ഭാര്യയുടെ കൂടെയും അവരുടെ വിരിപ്പിൽ ഞാൻ ഉണ്ടായിരിക്കെ വഹയുമായി എൻ്റെ അരികിൽ വരാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പിലുണ്ടായിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളൂ. മറ്റൊരു ഭാര്യയുടെ അരികിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിരിപ്പിലുണ്ടായിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വരാറില്ല. നോക്കൂ, സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ നൽകാൻ തിരഞ്ഞെടുക്കുന്ന സമയവും ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വരുന്ന സമയവും ഒരുപോലെയാണ്. രണ്ടും തമ്മിലുള്ള യോജിപ്പ് നോക്കൂ നിങ്ങൾ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ സ്നേഹം നബിയുടെ ഭാര്യമാരിൽ നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോടായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 3 പേർ, ഒന്ന് ആയിഷയാണ്, പിന്നെ ഖദീജയും ഫാത്തിമയുമാണ്. ഈ 3 പേരിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് അത് നമുക്ക് ഉറപ്പിച്ചു പറയുക ബുദ്ധിമുട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ, അവരിലെ വനിതകളിൽ, സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഈ 3 സഹാബി വനിതകൾക്കാണ്. ഒന്ന് നബിയുടെ ഭാര്യയാണ്, 2 പേർ നബിയുടെ ഭാര്യമാരാണ്, ഒന്ന് നബിയുടെ മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വഅനി സ്വഹാബത്തി അജ്മഈൻ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അന്തിമ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ആയിഷ റളിയല്ലാഹു അൻഹക്ക് ബാക്കിയുള്ള ഭാര്യമാർക്കിടയിൽ ദിവസം വിഹിതം വെച്ചാൽ ഏത് ദിവസമാണോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദിവസമാവുക ആ ദിവസം തന്നെയാണ്. നബി ഭാര്യമാരുടെ അരികിൽ സാധാരണ പോകുന്നത് പോലെ പോയിരുന്നെങ്കിൽ ഏത് ദിവസമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഊഴം വരിക ആ ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അവർ പറഞ്ഞതുപോലെ എൻ്റെ നെഞ്ചിൽ തല ചാഴ്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അവസാനത്തെ സമയത്ത് ആയിഷയുടെ സഹോദരൻ അവിടേക്ക് വന്നു, അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ.
അദ്ദേഹത്തിൻ്റെ കയ്യിൽ മിസ്വാക്കുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു. കാരണം നബിയുടെ സുന്നത്തുകളിൽ വളരെ പ്രബലമായ സുന്നത്തുകളിൽ ഒന്നാണ് മിസ്വാക്ക് ചെയ്യുക എന്നത്. അവസാന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആഗ്രഹിച്ചു. അതിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ സഹോദരൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങുകയും എന്നിട്ട് അതിൽ ആ ഭാഗം പൊട്ടിക്കുകയും അത് തൻ്റെ വായിലിട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ കടിച്ച് അത് മയപ്പെടുത്തുകയും അത് മെനുസപ്പെടുത്തുകയും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്വാക്ക് ചെയ്യാനായി നൽകുകയുണ്ടായി. അങ്ങനെ ഒടുവിൽ അവസാന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമിനീർ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമിനീരുമായി ചേരുകയുണ്ടായി. ആ അവസ്ഥയിലാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. നോക്കൂ നിങ്ങൾ, ഈ സമയത്ത് പ്രയാസമേറിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ ഇമാമത്ത് നിൽക്കാൻ പറയാൻ ഏൽപ്പിച്ചു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, നബിയെ, ഇന്ന അബാ ബക്കറിൻ റജുലുൻ റഖീഖ്, അബൂബക്കർ വളരെ ലോലഹൃദയനായ ഒരാളാണ്. ഇദാ ഖറഅൽ ഖുർആൻ ലാ യംലികു ദംഅ, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്താൽ കണ്ണീർ പിടിച്ചു വെക്കാൻ കഴിയില്ല, കരച്ചിലടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഫലോ അമർത ഗൈറ അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖ് അല്ലാത്ത ആളോട് നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ, ഉമറിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു അബാ ബക്കറിൻ ഫല്യുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് പറയുക ജനങ്ങൾക്ക് ഇമാമം നിസ്കരിക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും പറഞ്ഞു, ഇതേ കാര്യം ആവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, മുറു അബൂ ബക്കറിൻ ഫല്യുസല്ലി ബിന്നാസ്, വീണ്ടും ആവർത്തിച്ചു. ഒടുവിൽ ഹഫ്സയെ കൊണ്ട് പറയിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ഹഫ്സയെ കൊണ്ടുകൂടി ഇക്കാര്യം പറയിപ്പിച്ചു. അവസാനത്തെ തവണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു അബാ ബക്കറിൻ ഫല്യുസല്ലി ബിന്നാസ് വഇന്ന കുന്ന ലസവാഹിബു യൂസുഫ്, അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറയൂ, നിങ്ങൾ സവാഹിബ് യൂസുഫാണ്, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കൂട്ടുകാരികളായ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥയിലുള്ള പെണ്ണുങ്ങളാണ് നിങ്ങൾ എന്ന് പറയുകയുണ്ടായി. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാനുണ്ടായ കാരണം? അതായത് സ്ത്രീകളുടെ ആ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥയിൽ ചരിത്രത്തിലെ സ്ത്രീകളെ നമുക്ക് കാണാം. അവരുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു, പക്ഷെ പുറത്ത് വേറൊന്ന് പറയുക, ആ ഉദ്ദേശം നടക്കാനായി വേറൊന്ന് പറയുക. അതിലൊന്നാണ് ആ സ്ത്രീകൾ അസീസിൻ്റെ ഭാര്യയായ സ്ത്രീക്ക് യൂസുഫ് അലൈഹിസ്സലാമിനോട് പ്രേമം കടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ആ സ്ത്രീകൾക്ക് യൂസുഫ് അലൈഹിസ്സലാമിനെ കാണണം, ബാക്കിയുള്ളവർക്ക് കാണണം. അതാണ് യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലുള്ളത്. എന്നിട്ട് അവരെന്തു പറയുകയാണ്? അവർ പറഞ്ഞു, ഇതാ ഈ അസീസിൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ജോലിക്കാരനോട് പ്രേമം മൂത്തിരിക്കുകയാണ്, അവൾ വലിയ വഴികേടിലാണ് പെട്ടിട്ടുള്ളത്. ഖദ് ശഗഫഹ ഹുബ്ബ, പ്രേമം അവളുടെ ഹൃദയത്തിൽ കടന്നുകൂടിയിരിക്കുന്നു, അവൾ വലിയ കുഴപ്പത്തിൽ പെട്ടിരിക്കുകയാണ്, അവൾ എന്ത് പണിയാണ് ചെയ്തത്? ഖുർആൻ അള്ളാഹു പറഞ്ഞത് കാണാം, ഫലമ്മ സമിഅത് ബിമക്രിഹിന്ന, അവരുടെ കുതന്ത്രത്തെക്കുറിച്ച് അവൾ അറിഞ്ഞപ്പോൾ അവരെ വിളിക്കാൻ ആളെ പറഞ്ഞയച്ചു, ക്ഷണിച്ചു. എന്നിട്ടാണ് പഴം കൊടുത്ത് കത്തി കൊടുത്ത് യൂസുഫ് അലൈഹിസ്സലാമിനോട് വരാൻ പറഞ്ഞത്. ആ കഥ പ്രസിദ്ധമാണ്, ഖുർആനിലുള്ള കഥയാണ്. അള്ളാഹു അതിനെ മക്ർ എന്ന് വിശേഷിപ്പിച്ചത് കാണാം, തന്ത്രം. കാരണം യഥാർത്ഥത്തിൽ അവരിത് പറഞ്ഞുണ്ടാക്കിയതിൻ്റെ കാരണം അവർക്ക് കൂടി കാണണമെന്നതാണ്. ഇങ്ങനെ ഉള്ളിലൊന്ന് പുറത്ത് ആ ഉദ്ദേശം നടക്കാൻ മറ്റൊന്ന് പറയുക. അതുപോലെ അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം പദ്ധതി തയ്യാറാക്കുക, ഒരുമിച്ചിട്ട് പ്ലാൻ ചെയ്യുക, ഈ രൂപത്തിലുള്ള സ്വഭാവങ്ങൾ അത് ചൂണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്, ഇന്ന കുന്നല സവാഹിബു യൂസുഫ് എന്ന് പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവർത്തിച്ച് ഉമറിനോട് നിൽക്കാൻ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞത് കാണാം. എന്താണത്? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്ര അധികം ഇത് പറയാൻ കാരണം എന്താണ്? വമാ ഹമലനി അലാ കസ്റതി മുറാജഅതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഞാനത് ആവശ്യപ്പെടാൻ
അബൂബക്കറിനെ മാറ്റി ഉമറിനെ നിൽക്കാൻ പറഞ്ഞുകൂടെ, അബൂബക്കറിനെ വേണ്ട, ഖുർആൻ ഓതിയാൽ കരയും എന്ന് പറയാനുള്ള കാരണം ഇല്ല അന്നഹു ലം യഖഅ ഫീ ഖൽബി അൻ യുഹിബ്ബ الناس بعده رجلا قام مقامه أبدا وإلا أني كنت أرى أنه لن يقوم مقامه أحد إلا تشاءم الناس به. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുന്ന ആളുകൾ, നബി വരാതെ വേറൊരാൾ വന്നാൽ ആ ആളോട് ജനങ്ങൾക്ക് പ്രയാസമാണ് ഉണ്ടാവുക. ഇഷ്ടപ്പെടുന്ന ഒരാൾ പ്രതീക്ഷിക്കുമ്പോൾ അയാൾക്ക് പകരം വേറൊരാൾ വരിക എന്നത് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ആ പ്രയാസം എൻ്റെ ഉപ്പയോട് ആളുകൾക്ക് തോന്നണ്ട എന്നത് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറഞ്ഞത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ചു കൊടുത്തില്ല. ഇവിടെ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ആ തീരുമാനം മാറ്റിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴും അത് മാറ്റിയിട്ടില്ല. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും അതിനർഹൻ ഈ ഉമ്മത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനമുള്ള അബൂബക്കർ അസ്സദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ മുസ്ലിമീങ്ങളുടെ ഖലീഫയാകാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയാകാൻ ഏറ്റവും യോഗ്യനും അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു അർദാഹ്. അതുകൊണ്ടാണ് പിന്നീട് സഖീഫത്തു ബനി സായിദയിൽ അടുത്ത ഖലീഫയെ തീരുമാനിക്കാൻ സഹാബത്ത്, മുഹാജിറുകളും അൻസാറുകളും അവരുടെ പ്രമുഖന്മാരായ ആളുകൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കാര്യം എടുത്തു പറഞ്ഞത്, കാരണം ഞങ്ങളുടെ ദീനിൻ്റെ കാര്യത്തിൽ താങ്കൾ അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, അതുകൊണ്ട് ദുനിയാവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് താങ്കളെ തൃപ്തിപ്പെട്ടുകൂടെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചതുകൊണ്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊരു ധിക്കാരം പറയുന്നതല്ല, മറിച്ച് നബിയോട് ഉചിതമായ തീരുമാനം മറ്റൊന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കൽ അനുവദനീയമാണോ? അത് അനുവദനീയമാണ്. അത് അള്ളാഹുവിൻ്റെ വഹീനെ എതിര് പ്രവർത്തിക്കാൻ പറയുന്നതല്ല, മറിച്ച് ഇന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കലാണ്. അതിൽ തെറ്റില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ, ഈ സഹീഹ് മുസ്ലിമിൽ തന്നെ കുറേ മുൻപ് നമ്മൾ പഠിച്ച ഹദീസുകളിലൊന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയെ 2 ചെരുപ്പുകൾ കൊടുത്ത് പറഞ്ഞയച്ചു. നബിയുടെ 2 ചെരുപ്പുകൾ. അതെന്തിനാണ്? അടയാളമാണ്. നബി പറഞ്ഞതാണിത്, ഞാനീ പറയാൻ പോകുന്ന കാര്യം നബി പറഞ്ഞതാണ് എന്നതിന് ഉള്ള തെളിവാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാ ഈ തോട്ടത്തിനപ്പുറം ആരെ കണ്ടാലും പറയുക, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആരുണ്ടോ അവന് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുക, നബിയെ ഇത് പറഞ്ഞിട്ട് അബൂ ഹുറൈറ പറഞ്ഞേക്കരുത്, ഖല്ലിഹിം യഅമലൂൻ, ജനങ്ങൾ വിട്ടേക്ക്, അവർ അമൽ ചെയ്യട്ടെ, തൗഹീദ് ഉണ്ടെങ്കിൽ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് അവർ അമൽ കുറക്കാൻ ഇടയാക്കണ്ട. ഖല്ലിഹിം യഅമലൂൻ, വിട്ടേക്ക്, അവർ അമൽ ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു ഫഖല്ലിഹിം, എന്നാൽ വിട്ടേക്ക്, പറയണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അത് അംഗീകരിക്കുകയുണ്ടായി. ഉമറിൻ്റെ മുവാഫഖാത്തിൽ ഒന്നുകൂടിയാണ്, അതായത് ഉമർ പറഞ്ഞതിന് യോജിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനം വരിക, വഹി അതിനോട് യോജിക്കുക, അതിൻ്റെ ഭാഗം കൂടിയാണ്. അത് മറ്റൊരു വിശാലമായ വിഷയമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതുപോലെ പറയുക എന്നത് തെറ്റല്ല. നോക്കൂ നിങ്ങൾ, മക്കയിൽ അവിടെയുള്ള ചെടികൾ പറിക്കരുത്, മരങ്ങൾ മുറിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ്, രണ്ടിലൊരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലൽ ഇദ്ഖിർ, നബി ഇദ്ഖിർ എന്ന ഒരു തരം ചെടിയുണ്ട്, അത് ഒഴിവാക്കി തന്നാലും. കാരണം അത് ഖബറിൽ ആളുകളെ വെക്കുമ്പോൾ ഖബർ മൂടാൻ ഉപയോഗിക്കാറുണ്ട്, മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്, അത് ഒഴിവാക്കി തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ലൽ ഇദ്ഖിർ ഒഴികെ. ഇതുപോലെയുള്ള മുറാജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചെയ്തുകൂടെ എന്നാവശ്യപ്പെടുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ധിക്കാരമല്ല. അത് സഹാബത്ത് റളിയല്ലാഹു അൻഹു ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കേണ്ടത് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്, എന്നാൽ അംഗീകരിക്കാൻ സാധിക്കാത്തത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. വീണ്ടും ആവർത്തിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാസന രൂപത്തിൽ, ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചതാണ് ഈ കണ്ടത്. വീണ്ടും പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? മുറു അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ് ഫഇന്ന കുന്ന ലസവാഹിബു യൂസുഫ്. അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ച് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറയും, നിങ്ങൾ യൂസുഫിൻ്റെ കൂട്ടുകാരികളായ, യൂസുഫിൻ്റെ കാലത്ത് ജീവിച്ച ആ കഥയിലുള്ള പെണ്ണുങ്ങളാണ് എന്ന് അവരോട് പറയുകയുണ്ടായി. നോക്കൂ, ഇതിന് ശേഷം അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാൻ, ഇത് പറയാൻ ആളെ പറഞ്ഞയച്ചപ്പോൾ, ആളെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉമറിനെ വിളിച്ചു പറഞ്ഞു. എന്ത്? ഉമറിനോട് ഇമാമത്ത് നിൽക്കാൻ പറയുകയുണ്ടായി.
നോക്കൂ, നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ആവർത്തിച്ച് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും നബി മാറ്റാത്തതിൽ നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാം. അബൂബക്കർ സിദ്ദീഖ് ഉമറിനെ ഏൽപ്പിച്ചതിൽ നമുക്ക് ആരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കാം? ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാം. കാരണം അബൂബക്കർ സിദ്ദീഖ് വേറെ ആരെയുമല്ല അത് ഏൽപ്പിക്കാൻ പറഞ്ഞത്. അതിന് ഒരു കാരണം ഇതാവാം, അതായത് അബൂബക്കർ സിദ്ദീഖിന് ഇമാമത്ത് നിന്നാൽ കരച്ചിലടക്കാൻ സാധിക്കുകയില്ല എന്നത്. മറ്റൊരു കാരണം ഇമാം ഇബ്നുൽ ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഇമാമത്തിൽ വലിയ ഇമാമത്തിൻ്റെ സൂചന കണ്ടിരിക്കാം. ഈ ഇമാമത്തു സുഗ്റ മസ്ജിദിലെ ഈ ഇമാമത്തിൽ ഇനി ഭരണാധികാരം എന്ന വലിയ ഇമാമത്തിൻ്റെ സൂചന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടിരിക്കാം. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് കൂടുതൽ കരുത്തനായി കണ്ടത് ആരെയാണ്? ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ് റളിയല്ലാഹു അൻഹു. ഇത് പിന്നെയും ആവർത്തിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടെ സഹാബത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ അടുത്ത ഖലീഫയെ തീരുമാനിക്കാൻ ചേർന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരെ ഖലീഫയാക്കാനാണ് പറഞ്ഞത്? ഉമറിനെ ഖലീഫയാക്കാൻ പറഞ്ഞിരുന്നു. അതുപോലെ അത് ഇതിലും അബൂബക്കർ സിദ്ദീഖ് കണ്ടിരിക്കാം റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരു സാധ്യത പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതിൽ ഉമറിൻ്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാം, യാതൊരു സംശയവുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് യോഗ്യനായി കണ്ടു എന്നത് മാത്രമല്ല, അവിടെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫായിദ, ഹദീസിലെ ഗുണപാഠം എന്താണ്? മറ്റൊരാൾ ഒരു ജോലി ഏൽപ്പിച്ചു എങ്കിൽ അയാൾക്ക് അതിന് സാധിക്കുന്ന യോഗ്യതയുള്ള മറ്റൊരാളെ ആ ജോലി ഏൽപ്പിക്കാൻ ആർക്ക് അനുവാദമുണ്ട്? ഏൽപ്പിക്കപ്പെട്ട ആൾക്ക് അനുവാദമുണ്ട്. അത് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത് ആരെയാണ്? അബൂബക്കർ സിദ്ദീഖിനെയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ആ കാര്യം വെച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാതെയാണ് ആരെ ഏൽപ്പിക്കുന്നത്? ഉമറിനെ അത് ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതാണ് ഇതിൽ തെളിവുണ്ട്. ഒരാളൊരു കാര്യം നായിബായി, അതായത് തനിക്ക് പകരം ഒരു കാര്യം ഏൽപ്പിച്ചാൽ അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന് യോഗ്യത അത് സാധിക്കുന്ന മറ്റൊരാളെ കാര്യം ഏൽപ്പിച്ചാൽ അതിൽ കുഴപ്പമില്ല, അതിനയാൾക്ക് അധികാരമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു അത് സമ്മതിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? അൻത അഹഖു ബിദാലിക്, താങ്കളാണ് അതിന് ഏറ്റവും യോഗ്യതയുള്ളത്. അപ്പോൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ, ഈ ഉമ്മത്തിൻ്റെ നായകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നത് സഹാബത്ത് ഏകോപിച്ച കാര്യമാണ്. ആ കാര്യത്തിൽ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠതയിലോ ആരെങ്കിലും സംശയിച്ചാൽ അവൻ മുസ്ലിമീങ്ങളുടെ സഹാബത്തിൻ്റെ ഇജ്മാഇനെ, അവരുടെ ഏകോപിച്ച അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞ അങ്ങേയറ്റം പിഴച്ച കക്ഷിയിലാണ് അവൻ ഉൾപ്പെടുക. അള്ളാഹുവിൻ്റെ ഹിക്മത്തിനാണ് അവൻ ചോദ്യം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തെയാണ് അവൻ ചോദ്യം ചെയ്തത്. സഹാബത്തിൻ്റെ മുഴുവൻ അംഗീകാരത്തെയാണ് അവൻ ചോദ്യം ചെയ്തത്. ഈ ഉമ്മത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കറാൻ റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ, പിന്നെ അലി. ഈ സഹാബത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ അറിയണം. എങ്കിലാണ് നമ്മൾ യഥാർത്ഥ അഹ്ലുസുന്നത്തിൻ്റെ വഴിയിൽ ആവുകയുള്ളൂ. അവരെ മോശമായി പറഞ്ഞാൽ തകരുക നമ്മുടെ ദീനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹുബ്ബുഹും ദീനുൻ വബുഗ്ദുഹും കുഫ്റുൻ വനിഫാഖുൻ. സഹാബത്തിനോടുള്ള സ്നേഹം ദീനാണ്, അവരോടുള്ള വെറുപ്പ് അത് കുഫ്റുൻ വനിഫാഖുൻ, കുഫ്റാണ്, നിഫാഖാണത്. മുനാഫിഖുകളല്ലാതെ സഹാബത്തിനെ വെറുക്കുകയില്ല. നസ്അലുല്ലാഹൽ ആഫിയ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് ഇമാമത്ത് നിന്ന സന്ദർഭത്തിൽ പിന്നീട് ഒരു ആശ്വാസം തോന്നിയപ്പോൾ മസ്ജിദിലേക്ക് ചെന്ന രംഗമാണ് പിന്നീട് കാണുന്നത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രമാത്രം മസ്ജിദിലെ ജമാഅത്തിനോട് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വയ്യാതെ വരെ മസ്ജിദിലേക്ക് പോയത്. യഥാർത്ഥത്തിൽ ഒരാൾക്ക് രോഗമോ പ്രയാസമോ ഉണ്ട് എങ്കിൽ, ഒരു രോഗമോ അല്ലെങ്കിൽ സമാനമായതോ വല്ല പ്രയാസവും ഉണ്ട് എങ്കിൽ ഒരാൾക്ക് ജമാഅത്ത് ഒഴിവാക്കാൻ ഇളവുണ്ട്, ആ റുഖ്സ അയാൾക്ക് എടുക്കാം. പക്ഷേ ആ പ്രയാസം സഹിച്ച്
മസ്ജിദിലേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെയും ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ഒരെളുപ്പം തോന്നിയപ്പോൾ പോവുകയുണ്ടായി. അബൂബക്കറിനോട് തന്നെ തുടരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇമാമാക്കിയിട്ടാണ് നിസ്കരിക്കുകയുണ്ടായത്. എന്നിട്ട് പിന്നെ ആ വിഷയത്തിലുള്ള മസാലകൾ എങ്ങനെയാണ്, പിന്നീട് ഇമാം വന്നാൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതേ സംഭവം ഏതാണ്ട് ഇതേ രൂപത്തിൽ തന്നെ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് കാണാം. ഏത് സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായത്, അബൂബക്കർ സിദ്ദീഖിനെ നിസ്കരിക്കാൻ കൽപ്പിച്ചത്, വിളിക്കാൻ പറഞ്ഞത്, ആയിഷ റളിയല്ലാഹു അൻഹ ഉമറിനെ ആയിക്കൂടെ എന്ന് ആവശ്യപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിക്കാത്തത്, ഇതെല്ലാം അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന രൂപത്തിലും സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. ഹദീസ് അതേ പദങ്ങളായതിനാൽ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഇനി നോക്കൂ, അടുത്ത ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് സുബ്ഹാനല്ലാഹ് സഹാബത്തിൻ്റെ അങ്ങേറ്റവും വൈകാരികമായ, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു രംഗം വിവരിക്കുന്ന ഹദീസാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ അവസാനമായി കണ്ട രംഗം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ അവസാനമായി കണ്ട രംഗം, അത് വിവരിക്കുന്ന ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന അബൂബക്കറിൻ കാന യുസല്ലി ലഹും ഫി വജഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ തൂഫിയ ഫീഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ രോഗമേതു, ആ രോഗത്തിനിടയിൽ ആളുകൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കുകയായിരുന്നു. ഹത്ത ഇദാ കാന യൗമുൽ ഇസ്നൈൻ, അങ്ങനെ തിങ്കളാഴ്ചയായി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണ് തിങ്കളാഴ്ച. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു വരികയായിരുന്നു. തിങ്കളാഴ്ചയായി അത് സുബ്ഹ് നിസ്കാരമായിരുന്നു, ഫജ്ർ നിസ്കാരമായിരുന്നു. വഹും സുഫൂഫുൻ ഫിസ്സലാഹ്, ജനങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിൽ നിന്ന് സഫായി നിന്ന് നിസ്കരിക്കുകയാണ്. കശഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സിത്രൽ ഹുജറ, അങ്ങനെ ഇരിക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നബിയുടെ ആ കൊച്ചു വീട്ടിൻ്റെ വിരി നീക്കുകയാണ്. വിരി നീക്കി ഫനദറ ഇലൈന വഹുവ ഖായിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ഞങ്ങളെ നോക്കുകയാണ്. കഅന്ന വജ്ഹഹു വറഖതു മുസ്ഹഫിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഒരു മുസ്ഹഫിലെ വറഖത്ത് പോലെ, അതിലെ ഒരു കടലാസ് പോലെയുണ്ട് എന്ന് പറഞ്ഞാൽ ഭംഗിയും തിളക്കവും സന്തോഷവും സൂചിപ്പിക്കുന്ന പ്രയോഗമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അതിൻ്റെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം സന്തോഷം വന്നാൽ അത് തിളങ്ങുമായിരുന്നു, തിളക്കം പ്രകാശിക്കുമായിരുന്നു. സഹാബത്ത് അത് പല രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നത് കാണാം. ഒരിക്കൽ ഒരു സഹാബിയോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം എങ്ങനെയായിരുന്നു? കെസൈഫ്, ഒരു വാൾ പോലെയാണോ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം അതിനുണ്ട്. ഒന്ന് അതുപോലെ തിളങ്ങുന്നതാണോ, മറ്റൊന്ന് വട്ടമുഖമല്ലാത്ത രൂപമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം? അങ്ങനെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഒരു സൈഫ് പോലെയാണ്. അപ്പോൾ ഈ സഹാബി പറഞ്ഞു, ലാ ബൽ മിസ്ലൽ ബദർ പോലെയാണ്, അഥവാ 16-ാം രാവിൽ തിളങ്ങുന്ന നിലാവ് പോലെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖമെന്ന് സഹാബത്ത് പറഞ്ഞത് കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കശഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സിത്രൽ ഹുജറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹുജറയുടെ വിരി നീക്കി, മറ നീക്കി. ഫനദറ ഇലൈന വഹുവ ഖായിം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ഞങ്ങളെ നോക്കി. കഅന്ന വജ്ഹഹു വറഖത്തു മുസ്ഹഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഒരു മുസ്ഹഫിലെ കടലാസ് പോലെ ഉണ്ടായിരുന്നു. ثم تبسم رسول الله صلى الله عليه وسلم ضاحكا, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നോക്കി ചിരിക്കുകയുണ്ടായി. قال فبهتنا ونحن في الصلاة من فرح بخروج النبي صلى الله عليه وسلم. നിസ്കാരത്തിൽ ഈ കാഴ്ച കണ്ട് ഞങ്ങൾ ഞെട്ടലിലായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ ഞങ്ങളുടെ അരികിലേക്ക് വരുമെന്ന സന്തോഷം കൊണ്ട്. മറ്റു ചില റിവായത്തുകളിൽ കാണാം, ഞങ്ങൾ ഇടതുവശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിനരികിലേക്ക് നിസ്കാരത്തിൽ നോക്കുകയുണ്ടായി. നിസ്കാരത്തിൽ മറ്റൊരു വശത്തേക്ക് നോക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ما نظرنا منظرا قط كان أعجب إلينا من وجه النبي صلى الله عليه وسلم حين وضح لنا رسول الله صلى الله عليه وسلم. ഞങ്ങൾക്കരികിൽ ആ വന്ന സമയത്ത് നബിയുടെ മുഖം പോലെ ഞങ്ങൾക്കിഷ്ടമുള്ള മറ്റൊരു കാഴ്ച ഉണ്ടായിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമെന്ന് അവർ പ്രതീക്ഷിച്ചപ്പോൾ നബി വന്നില്ല. വനകസ അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു അലാ അഖിബൈഹി ലിയസില അസ്സഫ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക്, സഫിൽ വന്ന് നിൽക്കാൻ വേണ്ടി പിന്നിലേക്ക് നീങ്ങി. പക്ഷേ വظن أن رسول الله صلى الله عليه وسلم خارج للصلاة. അബൂബക്കർ സിദ്ദീഖ് വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ ഒരുങ്ങുകയാണ് എന്ന്. فأشار إليهم رسول الله صلى الله عليه وسلم بيده أن أتموا صلاتكم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കുക എന്ന് ആംഗ്യം കാണിച്ചു. قال ثم دخل رسول الله صلى الله عليه وسلم فأرخى الستر. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിനുള്ളിലേക്ക് തന്നെ കയറി ആ വിരി താഴ്ത്തി. ഫതൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ യൗമിഹി ദാലിക്. ആ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ഈ രൂപത്തിൽ സുബ്ഹിന് നബിക്ക് രോഗത്തിന് ആശ്വാസമുണ്ട് എന്ന് കരുതിയിട്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ അല്പം അകലെയുള്ള സുൻഹയിലേക്ക് പോയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഒരു വിവാഹം ചെയ്തിരുന്നു. അവിടേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയത് അതുകൊണ്ടായിരുന്നു. കാരണം അന്ന് രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആശ്വാസം തോന്നിയിരുന്നു, നബിയുടെ രോഗം കുറഞ്ഞതുപോലെ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് വഫാത്തായതിനു ശേഷം ആളുകൾ അവിടെ പ്രയാസപ്പെട്ട് കൂടി. ഉമർ റളിയല്ലാഹു അൻഹു ആരാണ് നബി മരണപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ പിരടിക്ക് കൊട്ടും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വൈകിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ തിരിച്ചെത്തുന്നത്. അതിന് കാരണം ഇതായിരുന്നു. അന്ന് രാവിലെ നബിക്ക് ആശ്വാസമുള്ളതുപോലെ കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് സുൻഹയിലേക്ക്, അവിടെ അബൂബക്കർ സിദ്ദീഖ് വിവാഹം ചെയ്തിരുന്നു, അവിടേക്ക് ചെന്നത് ആ കാരണം കൊണ്ടാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സന്തോഷത്തോടെ അവരെ നോക്കുകയുണ്ടായി. അതിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷം എന്തിലാണ്? ഈ ഉമ്മത്ത് അള്ളാഹുവിനെ ഒരു ഇമാമിൻ്റെ കീഴിൽ ഐക്യത്തോടെ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആ സ്ഥിതിവിശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ സന്തോഷമുണ്ടാക്കിയ കാര്യമാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിൽ അവർ ഒരുമയോടെ നിൽക്കുകയാണ്. എന്തിനാണ് നിൽക്കുന്നത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിനാണ് അവരുള്ളത്. അവരുടെ ഹൃദയങ്ങളൊന്നാണ്. ഈ കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ സന്തോഷമുണ്ടാക്കിയ ഒരു കാഴ്ചയായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ അത് കണ്ടപ്പോൾ ചിരിക്കുകയും നബിയുടെ മുഖം പ്രകാശപൂരിതമാവുകയും ചെയ്തത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് നിസ്കാരത്തിന് ചെല്ലാതിരുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നത് ചെല്ലാനായിരിക്കാം, പക്ഷേ അതിന് തുനിഞ്ഞപ്പോൾ അതിന് സാധിക്കുകയില്ല, അങ്ങോട്ട് നടന്ന് ചെല്ലാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാതിരുന്നത്, നിസ്കാരം തുടരാൻ അവരോട് ആംഗ്യം കാണിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസുകൾ വിശദീകരിക്കാം. അല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.